നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 FAQs ആണ്. അതായത് ബാങ്ക് എക്സാം സംബന്ധമായിട്ടോ നമ്മുടെ കോച്ചിങ് സംബന്ധമായിട്ടോ ഒക്കെ എൻക്വയറി ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് കൂടുതൽ പേരും ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഈ എക്സാംസിനോടൊക്കെ താല്പര്യമുള്ള നിങ്ങളുടെയൊക്കെ മനസ്സിലും ഈ ചോദ്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്കും അതൊരു ക്ലാരിഫിക്കേഷൻ ആവും. വെൽക്കം ടു എഡ്യൂകാനറ്റ്. ഞാൻ കലാദീപക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പേര് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ഞാൻ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുമ്പോൾ വളരെ മിടിക്കായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. 2-3 വയസ്സുള്ള കുട്ടികളുടെ അമ്മമാരാണ്. എന്നെ കൊണ്ടിത് പറ്റുമോ, ഇത്ര സ്റ്റഡി ഗ്യാപ്പ് വന്നില്ലേ എന്നുള്ളത്. ഇതിനുള്ള ഉത്തരം, ഏതൊരു കോമ്പറ്റീഷനിൽ, അത് കോമ്പറ്റീവ് എക്സാം മാത്രമല്ല, ഏതൊരു മത്സരം ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റീഷനിൽ വിജയിക്കണമെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഒരു സ്ട്രോങ് സ്പിരിറ്റ് വേണം, അല്ലെ? ഒരു ആവശ്യകത, എനിക്കിത് നേടണം എന്നുള്ള ആ ഒരു സ്ട്രോങ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റഡി ഗ്യാപ്പ് ഒരു പ്രോബ്ലമേ അല്ല. അത് എത്രയോ എക്സ് സർവീസ്മെൻ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങളുമായിട്ടൊന്നും അവർ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവർ പഠനം കഴിഞ്ഞ് മറ്റൊരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടല്ലേ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്ന് നിങ്ങൾ ഈ പഠിക്കുന്ന അതേ സബ്ജക്ട്സ് പഠിച്ചെടുത്ത് അവരും കരസ്ഥമാക്കുന്നില്ലേ? അപ്പൊ അതിനുള്ള ഉത്തരം അത് തന്നെയാണ്. ആവശ്യകത അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ റെഡി ആയിരിക്കും. അതായത് സമയം കണ്ടെത്തണം, ഹാർഡ് വർക്ക് ചെയ്യണം, പഠിക്കണം, അല്ലെ? അതിനൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി റെഡി ആയിക്കോളും. അപ്പൊ ആവശ്യകത അല്ലെങ്കിൽ സ്ട്രോങ് സ്പിരിറ്റ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലുള്ള കാര്യം. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ BCom അല്ല, അപ്പൊ എന്നെ കൊണ്ട് ഇത് പറ്റുമോ? അപ്പോൾ ഇതിന് മനസ്സിലാക്കുക, നമുക്ക് ബാങ്ക് എക്സാംസിന് അപ്ലൈ ചെയ്യാനും എഴുതാനും ഇന്ന ക്വാളിഫിക്കേഷൻ വേണം എന്നൊരു കണ്ടീഷൻ ഇല്ല. അതുപോലെ തന്നെയാണ് ശതമാനത്തിന്റെ കാര്യം കേട്ടോ. ഡിഗ്രിക്ക് ഇത്ര % മാർക്ക് വേണം എന്നൊരു കണ്ടീഷൻ ഒന്നുമില്ല. SBI ക്ലർക്ക്, SBI BO, IBPS ക്ലർക്ക്, IBPS PO ഒന്നിനും തന്നെ, ഗ്രാമീൺ ബാങ്കിന് ഒന്നിനും തന്നെ ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല, ഇത്ര ശതമാനം വേണമെന്നില്ല. പിന്നെ ശതമാനം ആവശ്യപ്പെടുന്നത് ലൈക്ക് RBIയുടെ ഒക്കെ ചില പോസ്റ്റിലേക്ക് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് തന്നെ ടോപ്പ് ആയിട്ടുള്ള ഫെഡറൽ സൗത്തിനെ പോലുള്ള ബാങ്കുകൾ വിളിക്കുമ്പോൾ മാത്രമാണ് ഡിഗ്രിക്ക് ഇത്ര ശതമാനം വേണം, ഇത്ര % വേണം എന്നൊരു കണ്ടീഷൻ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് കോമേഴ്സ് സംബന്ധമായിട്ടുള്ള സബ്ജക്ട്സ് ഒന്നും തന്നെ പരീക്ഷയ്ക്കില്ല. ലൈക്ക് അക്കൗണ്ട്സോ ഫിനാൻസോ ഒന്നുമില്ല. എക്സാമിന് വരുന്നത് റീസണിംഗ്, മാത്സും ഇംഗ്ലീഷുമാണ്. മാത്സും ഇംഗ്ലീഷും കോമൺലി എല്ലാവരും സ്കൂൾ ലെവലിൽ പഠിക്കുന്നത്. റീസണിംഗ് പിന്നെ ആരും പഠിച്ചിട്ടില്ല, കോമ്പറ്റേറ്റീവ് എക്സാം മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയതിനു ശേഷമാണ് എല്ലാവരും ഒന്നേന്ന് പറഞ്ഞ് പഠിക്കുന്നത്. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം പറയുവാണെങ്കിലും നമ്മൾ വൺസ് സെലക്ടഡ് ആയി കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് ട്രെയിനിങ് തരും. അതായത് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ആണെങ്കിൽ ആദ്യത്തെ 6 മാസം ട്രെയിനിങ് പീരീഡ് ആണ്. PO പോസ്റ്റിലേക്ക് ആണെങ്കിൽ 2 വർഷം ട്രെയിനിങ് പീരീഡ് ആണ്. ആ കാലയളവിലാണ് ബാങ്ക് നമ്മളെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ അത് ക്ലിയർ ആണല്ലോ. സോ ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല. MBBS, BDS, BA, BHMS എല്ലാവരും നമ്മളൊപ്പം പ്രിപ്പറേഷൻ ചെയ്യുന്നവരിലുണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കട്ട് ഓഫ് എത്രയൊക്കെ വേണം? വലിയ മീനിങ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്തോ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുമ്പോഴോ ബാങ്ക് എക്സാമിന്റെ കേസിൽ കട്ട് ഓഫ് നോക്കിയിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ആയിരിക്കത്തില്ല ഇത്തവണ. കാര്യം ഈ കട്ട് ഓഫ് എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചാണ്, അല്ലെ? അത് ഈ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് എക്സാമിന്റെ കേസിൽ ഒറ്റ ദിവസമായിട്ട് പരീക്ഷ നടത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദിവസമായിട്ട് നടത്താൻ പറ്റത്തില്ല. കാര്യം ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഇന്ത്യയിലെ ഫുൾ കുട്ടികൾ അപ്ലൈ ചെയ്യും, ഓൺലൈൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 3-4 ദിവസങ്ങളായിട്ടായിരിക്കും എക്സാം നടത്തുന്നത്. അതിൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 4 ഷിഫ്റ്റ് ഒക്കെ കാണും. കാര്യം പ്രിലിംസ് 1 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സേ ഒരു 4 ദിവസം പരീക്ഷ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു എക്സാം ഉണ്ട്. 4 ദിവസം ഒരു എക്സാം ഉണ്ട്, ഒരു ദിവസം 4 ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ മൊത്തം 16 ഷിഫ്റ്റ് കാണും, അല്ലെ? ഈ ഓരോ ഷിഫ്റ്റിലും ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഡിഫിക്കൽട്ടി ലെവലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ 16 ഷിഫ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ ഷിഫ്റ്റുകളിലെ എല്ലാ ചോദ്യപേപ്പറും കൂടെ അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് അവർ കട്ട് ഓഫിലേക്ക് എത്തുന്നത്. ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാലോ സബ്ജക്ട് വൈസ് പ്രത്യേകം കട്ട് ഓഫ് ആണ്. SBIക്ക് സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഇല്ല. ബാക്കി എല്ലാ എക്സാംസിനും സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഉണ്ട്. റീസണിങ്ങിന് വേറെ, മാത്സിന് വേറെ, ഇംഗ്ലീഷിന് വേറെ. അത് ആദ്യമേ നമ്മൾ സാറ്റിസ്ഫൈ ആണ്. പിന്നെ ഒരു ടോട്ടൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവർ സബ്ജക്ട് കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്യും 3 സബ്ജക്ട്സിന്റെ, പക്ഷെ ടോട്ടൽ കട്ട് ഓഫ് കയറത്തില്ല. ഇപ്പൊ പ്രയോജനമില്ലല്ലോ. വേറെ ചില കുട്ടികൾക്ക് എന്ത് പറ്റും? 2 സബ്ജക്റ്റിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്യും, പക്ഷെ ഒന്നിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യത്തില്ല. പ്രയോജനമില്ലല്ലോ. അപ്പോൾ നമ്മൾ സക്സീഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഓരോ സബ്ജക്ട്സിന്റെയും കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. അതിന് പുറമെ തന്നെ ടോട്ടൽ കട്ട് ഓഫും കയറണം. അതിനെന്ത് വേണം? ഈ കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കിട്ടുന്ന 20 മിനിറ്റ്സ്, നമ്മുടെ എക്സാം ഓൺലൈൻ ആണ്. പ്രിലിംസ് 1 മണിക്കൂറാണ്. റീസണിങ്ങിന് 35 ചോദ്യം 20 മിനിറ്റ്, മാത്സിന് 35 ചോദ്യം 20 മിനിറ്റ്, ഇംഗ്ലീഷിന് 30 ചോദ്യം 20 മിനിറ്റ്. ഈ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ സെക്ഷനും കട്ടായി പോകും. പിന്നെ ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് എല്ലാം അറിയാവുന്നതായിരിക്കും, കാര്യം അത് സിലബസിൽ നിന്ന് വരുന്നത്. പക്ഷെ ആ 20 മിനിറ്റ്സിൽ മാക്സിമം ചെയ്യാം. അതിന് നമുക്ക് സ്പീഡ് വേണം. അത് പതുക്കെ പ്രാക്ടീസിലൂടെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ പോർഷന്റെ ഇമ്പോർട്ടൻസ് ഒന്നും പറയാൻ പറ്റില്ല. സിലബസ് അനുസരിച്ചുള്ള മൊത്തം പഠിക്കണം. കാര്യം നമ്മുടെ സെറ്റിൽ ഏതാ വരാൻ പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എല്ലാ സബ്ജക്റ്റിനും എല്ലാ ടോപ്പിക്സിനും തുല്യ പ്രാധാന്യം കൊടുത്ത് പ്രിപ്പറേഷൻ പാർട്ടിൽ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എക്സാമിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്പീഡും കാണും. ആ കിട്ടുന്ന 20 മിനിറ്റ്സിൽ മാക്സിമം സ്കോർ ചെയ്യാനും അപ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്ജക്ട് കട്ട് ഓഫും ടോട്ടൽ കട്ട് ഓഫും ഒക്കെ കേൾക്കും. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ,
ഏത് കോമ്പറ്റീവ് എക്സാം ആണ് ഈസി? നമ്മുടെ രാജ്യത്ത് കുറെ ഉണ്ടല്ലോ, PSC, SSC, UPSC, RRB ഒക്കെ അല്ലേ. ഇതിൽ ഏതാണ് ഈസി? അങ്ങനെ നമുക്ക് കോമ്പറ്റീവ് എക്സാമിന്റെ കേസിൽ ഈസി ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ്. കാര്യം ഇതെല്ലാം നമ്മുടെ പ്രിപ്പറേഷൻ അനുസരിച്ചിരിക്കുകയല്ലേ. ഒന്ന് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഏത് മേഖലയിൽ വർക്ക് ചെയ്യണം, നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്. ഇതെല്ലാം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നു എഴുതുന്നു ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനാണ് ലൈഫ് ഫുൾ അല്ലെ. അപ്പൊ അത് ഏതാണ് നമ്മുടെ ഇഷ്ട മേഖല എന്നുള്ളത് തിരിച്ചറിയുക, അതനുസരിച്ചുള്ള കോമ്പറ്റീവ് എക്സാം ചൂസ് ചെയ്യുക, അതിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പോയി എഴുതുക. അത്രേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു കോമ്പറ്റീവ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആസ് ദ നെയിം സജസ്റ്റ് കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ, കോമ്പറ്റീഷൻ, മത്സരം. ഏതൊരു ചെറിയ മത്സരത്തിൽ വിജയിക്കണമെങ്കിലും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെ. അപ്പോൾ കോമ്പറ്റീവ് എക്സാമിന്റെ കേസിൽ ഈസി ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഏതെങ്കിലും ഒരു എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ റിവ്യൂസ് ആയിരിക്കും കിട്ടുന്നത് അല്ലെ. ഒരു കുട്ടി പറയാം എക്സാം വളരെ ഈസി ആയിരുന്നു, വേറെ കുട്ടി ഒരു എക്സാം പോരായിരുന്നു, വേറെ ഒന്ന് പറയും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇതെല്ലാം വരുന്നത് ബേസ്ഡ് ഓൺ യുവർ റിവ്യൂ, ഓൺ യുവർ പ്രിപ്പറേഷൻ ആണ് അല്ലെ. നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോകുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും എക്സാം ഈസി ആയിരിക്കും. വേണ്ടത്ര പ്രിപ്പറേഷൻ ചെയ്യാത്തവർക്ക് അതനുസരിച്ച് ചെയ്യാത്തവർക്ക് എക്സാം ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ. സോ കോമ്പറ്റീവ് എക്സാമിന്റെ കേസിൽ ഓർക്കുക, നമുക്ക് അങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഇല്ല. നമ്മൾക്ക് ഏതാണ് തൊഴിൽ മേഖല, നമുക്ക് ഇഷ്ടമുള്ള മേഖല എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ പ്യുവർലി നമ്മുടെ കോമ്പറ്റീവ് എക്സാം ചൂസ് ചെയ്യുകയും അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഏത് ചൂസ് ചെയ്താലും ആ പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്താലേ പറ്റുള്ളൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എപ്പോ പ്രിപ്പറേഷൻ തുടങ്ങണം? വെൻ ടു സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ? മെജോറിറ്റി പേരും പ്രിപ്പറേഷൻ തുടങ്ങുന്ന എപ്പോഴാണ്? എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അല്ലെ, പത്രത്തിൽ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ നെറ്റിൽ കാണും, അല്ലെങ്കിൽ ബന്ധുക്കളോ പേരൻസോ ആരെങ്കിലും പറയും ഇന്ന എക്സാം വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. എപ്പോ പ്രിപ്പറേഷൻ തുടങ്ങണമെന്ന് ചോദിച്ചാൽ എപ്പോ തീരുമാനം എടുക്കുന്നു അപ്പൊ തുടങ്ങിക്കോണം. എപ്പോ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നു എനിക്കൊരു ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ ബാങ്ക് ജോലി നേടണം, അപ്പൊ തുടങ്ങിക്കോണം. അത് എത്ര നേരത്തെയാണെന്ന് തോന്നിയാൽ. ചിലപ്പോൾ നിങ്ങൾ ചിലവർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, നോ പ്രോബ്ലം. എക്സാം എഴുതാനല്ലേ ഉള്ളൂ ബാരിയർ, നമ്മൾ ഗ്രാജുവേറ്റ് ആവണമെന്നുള്ളത്. പ്രിപ്പറേഷൻ ചെയ്യാൻ ആരാണ് ബാരിയർ സെറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടമല്ലേ. നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്റെ തൊഴിൽ മേഖല ഇതാണ് എന്ന് നമ്മൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു താമസിപ്പിക്കണം? എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക. കാര്യം പ്രിപ്പറേഷന് ടൈം വേണം. എത്ര ടൈം വേണമെന്ന് വെച്ചാൽ എത്രത്തോളം സമയം കിട്ടുന്നോ അത്രയും ആവശ്യമാണ്. സമയം കൂടുതൽ കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിന് ദൂരവും കുറഞ്ഞു വരും. അതുകൊണ്ട് പ്രിപ്പറേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോൾ ഡിസിഷൻ എടുക്കുന്നോ അപ്പം തുടങ്ങിക്കണം. അതിന് ഏർലി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല. എത്ര നേരത്തെ തുടങ്ങുന്നു അത്രയും നല്ലത്. പ്രധാനമായിട്ട് ഇതിന്റെ സബ്ജക്ട്സ് പ്രോബ്ലമാറ്റിക് ആണ്, രണ്ടെണ്ണം ചെയ്ത് പഠിക്കണം. ഒരു ടോപ്പിക്കിന് തന്നെ ഇങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കുന്നൊന്നുമില്ല, പല രീതിയിൽ ചോദിക്കും. ഇതെല്ലാം പ്രാക്ടീസിലൂടെയാണ് നമ്മൾ എത്തിപ്പെടുക. അതേപോലെ തന്നെ എക്സാമിന്റെ പാറ്റേണും ടൈം ലിമിറ്റും ഒക്കെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ 20 മിനിറ്റിന്റെ, ആ ഒരു പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യണമെങ്കിൽ സ്പീഡ് വേണം. ഇതെല്ലാം പതുക്കെ പതുക്കെ കിട്ടത്തുള്ളൂ. ഇതിനെല്ലാം സമയം ആവശ്യമാണ് പ്രിപ്പറേഷൻ ഫണ്ട്. അപ്പോൾ ഒരിക്കലും എക്സാം നോക്കിയിരിക്കരുത്. അതുപോലെ തന്നെ 2024 ജൂൺ തൊട്ട് ഡിസംബർ വരെ എക്സാമിന്റെ പീക്ക് ടൈമാണ്. അന്നേരം പ്രിപ്പറേഷൻ ചെയ്യാൻ ഇന്ന് നടക്കത്തില്ല. ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ ഈ വർഷത്തെ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ടൈം നമ്മുടെ മുമ്പിൽ കിട്ടത്തുള്ളൂ. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിലും ഓർത്തോണം സമയവും കൂടെ ആവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എക്സാം വരുമ്പോൾ ക്രാഷ് കോഴ്സ് കാണാം. ഈ ക്രാഷ് കോഴ്സ് 1-2 മാസത്തെ ആർക്ക് ബെനിഫിറ്റ് ആവുമെന്ന് ചോദിച്ചാൽ നേരത്തെ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്തു, പക്ഷെ പഠനത്തിന് ഒരു ബ്രേക്ക് വന്നു, അപ്പൊ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ളവർക്ക് ക്രാഷ് കോഴ്സ് മതി. പക്ഷെ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നവർക്ക് 1-2 മാസം ഒന്നും പോരാ. അപ്പൊ അത് ഓർക്കുക. അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുമ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോണം. ഇനി 6th ക്വസ്റ്റ്യൻ, സെൽഫ് പ്രിപ്പറേഷൻ ചെയ്താൽ പോരെ? ഞാൻ ഇത്രയൊക്കെ പഠിച്ചില്ലേ, ഇത്രയൊക്കെ ക്വാളിഫൈഡ് അല്ലേ, എനിക്ക് ബുക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽ ഉണ്ട്, അതൊക്കെ നോക്കി സെൽഫ് പ്രിപ്പറേഷൻ ചെയ്താൽ പോരെ? പോരാ. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഈ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഓർക്ക്. കാര്യം ഇതിനുവേണ്ടി ആരാണ് ഈ മത്സര പരീക്ഷയൊക്കെ എയിം ചെയ്യുന്ന ആരാണ്? എന്തായാലും ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് 20s വരുന്നവർ, ആ കരിയർ എന്ന് പറയുന്ന പീക്ക് പോയിന്റ് നിൽക്കുന്നവരല്ലേ. സ്വാഭാവികമായും ഇതിനോടൊക്കെ താല്പര്യം, കോമ്പറ്റീവ് എക്സാമിനോട് താല്പര്യം തോന്നുന്ന ഒരു വ്യക്തി ശരി കുറച്ച് സമയം അതിനൊന്ന് മാറ്റി വെക്കാം, എനിക്ക് ഇന്ന ഒരു ജോലിയോട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ടൈം ഇസ് വെരി പ്രീഷ്യസ് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്ത് വെറുതെ കളയാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം തന്നെ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരു സമയമുണ്ടോ? മാത്രമല്ല ഈ സെൽഫ് പ്രിപ്പറേഷൻ ഒരുപാട് പോരായ്മകൾ കാണാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ചോദ്യങ്ങളിലെല്ലാം ഉത്തരം ഞാൻ പറയുന്നത് ത്രൂ മൈ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ സെൽഫ് പ്രിപ്പറേഷനിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പോരായ്മകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ഈ കോമ്പറ്റീവ് എക്സാമിന്റെ കേസിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരെടുത്ത് ചോദിച്ചാലും അവർ ആദ്യം പറയുന്ന ഒരു കാര്യം അടുക്കും ചിട്ടയുമായിട്ടുള്ള പഠനം എന്നുള്ളതായിരിക്കും അല്ലെ. നിങ്ങളിത് പലയിടത്തും കേട്ട് കാണും. ഈ അടുക്കും ചിട്ടയായിട്ടുള്ള പഠനം ഒരു സെൽഫ് പ്രിപ്പറേഷൻ കിട്ടാൻ പോകുന്നില്ല. കാര്യം നമുക്ക് ഈ അടുക്കും ചിട്ട അറിയത്തില്ലല്ലോ. ഇത് എവിടെ നിന്ന് തുടങ്ങണം, ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം, ഏത് പിന്നെ പഠിക്കണം, അതിൽ തന്നെ എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാര്യം നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത് അല്ലെ. അപ്പോൾ ചില സബ്ജക്ട്സിന്റെ ചില ചാപ്റ്റേഴ്സ് പഠിക്കുന്ന മുമ്പ് വേറെ ചിലത് പഠിക്കേണ്ടതുണ്ടോ? ഇമ്പോർട്ടൻസ് നോക്കിയല്ല, ഓർഡർ നോക്കിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഓർഡർ അല്ലാതെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ പഠനം പ്രോപ്പർ ആകത്തില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഡൗട്ട് വരും,
സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നിടത്ത് ആരെടുത്ത് ഡൗട്ട് ചോദിക്കാനാണ് അല്ലെ? ഒരു കാര്യം ക്ലിയർ ആക്കാതെ മുൻപോട്ട് പോയാൽ അത് ശരിയാവത്തില്ല. അതുപോലെ തന്നെ എറേഴ്സ് കാണും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ബുക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വലിയ ഇതൊക്കെ ആയിരിക്കും, പക്ഷെ അതിനകത്തൊക്കെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ എറർ കാണും. ഫസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് ഇത് എറർ ആണെന്ന് മനസ്സിലാവത്തില്ല, അവരത് പഠിച്ചു വെക്കും. അതൊരു പ്രശ്നമാണ്. അടുത്ത വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെത്തേഡ്. ഇത് പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ പല മെത്തേഡ്സ് കാണും ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. പക്ഷെ അതിൽ എല്ലാ മെത്തേഡും ആപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ചില മെത്തേഡ് ആയിരിക്കും പെർഫെക്റ്റ്, അതിന് റീസണും കാണും. അപ്പൊ നമ്മൾ ഈ ബുക്സോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കി ഏതെങ്കിലും മെത്തേഡ് പഠിച്ചു വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോൾ അവിടുത്തെ ഫാക്കൽറ്റി വേറൊരു ബെറ്റർ മെത്തേഡ് പഠിപ്പിച്ചു. പക്ഷെ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, കാര്യം നമ്മുടെ തലയിൽ ഓൾറെഡി മറ്റേ മെത്തേഡ് രജിസ്റ്റർ ആയിപ്പോയി. അപ്പോൾ ചില സമയത്ത് കോൺടാക്ട് ചെയ്യുന്ന കുട്ടികൾ പറയും, മാം എനിക്ക് 2 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, തൽക്കാലം ഞാൻ ഏതെങ്കിലും ബുക്ക് വാങ്ങിച്ച് പഠിച്ചു തുടങ്ങട്ടെ, അത്രയും ടൈം സേവ് ചെയ്യാനും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും പറയാനുള്ളത്, ആ 2 മാസം നിങ്ങൾ പഠിക്കണ്ട, അത്രയും സമയം പോയിക്കോട്ടെ, എന്നാലും വേണ്ടിയില്ല നിങ്ങൾ ഇൻഡിവിജ്വൽ പ്രിപ്പറേഷൻ ചെയ്യരുത്. ജോയിൻ ചെയ്യുമ്പോൾ ഒന്നേന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. കാര്യം ഇവർ ഏതെങ്കിലും മെത്തേഡ് പഠിച്ചു നോക്കും, പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ബെറ്റർ മെത്തേഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും സെൽഫ് പ്രിപ്പറേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം അൺനെസസറി. ഫസ്റ്റ് ചെയ്യുന്ന പ്രിപ്പറേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാൻ പാടില്ല. ആദ്യത്തെ പ്രിപ്പറേഷൻ തന്നെ നമുക്ക് താല്പര്യമുള്ളത് ചേർന്ന് അടുക്കും ചുറ്റിയായിട്ട് ചെയ്യണം. 7th ഏജ് ആണ്. അതായത് ജനറൽ കാറ്റഗറിക്ക് 28 വയസ്സ് വരെ ക്ലർക്കും 30 വയസ്സ് വരെയാണ് PO ലെവൽ എക്സാം എഴുതാൻ പറ്റുക. അപ്പോൾ അഗെയിൻ പല കുട്ടികളും കോമൺലി വിചാരിക്കുന്നത് ഇതാണ് ഏജ് ലിമിറ്റ് എന്നാണ്. പക്ഷെ ഓർക്ക് കാറ്റഗറി വൈസ് ഏജിന് വ്യത്യാസമുണ്ട്. OBC കാർക്ക് ഇതിൽ നിന്ന് 3 വർഷം അഡീഷൻ വരുന്നുണ്ട്. അതായത് 31 വരെ ക്ലർക്കും 33 വരെ POയും പറ്റും. SC/ST കാറ്റഗറിക്ക് 5 വർഷം, അതായത് 33 വരെ ക്ലർക്കും 35 വരെ POയും പറ്റും. എക്സ് സർവീസ്മെൻ 50 വയസ്സ് വരെ ക്ലർക്ക് ലെവൽ എക്സാം എഴുതാം. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്ക് 10 വർഷം എഴുതാം. അതുപോലെ തന്നെ വിഡോ ഡിവേഴ്സ് കാറ്റഗറിക്കും പ്രത്യേകം ഏജ് റിലാക്സേഷൻ ഈ കാറ്റഗറിയിൽ നിന്ന് വരുന്നുണ്ട്. അത് ഓരോ എക്സാമിനും ചെറിയ ചെറിയ വ്യത്യാസം വരും. അപ്പൊ ഇങ്ങനെ ഏജിൽ വ്യത്യാസമുണ്ട് കാറ്റഗറി വൈസ് കേട്ടോ. 8th ക്വസ്റ്റ്യൻ ആദ്യമേ ചോദിക്കുക, എക്സാം എന്നാ വരുന്നത്, അടുത്ത എക്സാം എങ്ങനെയാ, എന്നാ ഉടനെ എക്സാം വലുതും ഉണ്ടോ? ഇതൊക്കെ അറിഞ്ഞിട്ടേ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നുള്ളൂ. അതായത് അടുത്തൊന്നും എക്സാം ഇല്ലെങ്കിൽ എന്നാ പിന്നെ ഇപ്പൊ വേണ്ട, എന്തിനാ വെറുതെ പഠിച്ച് നമ്മളെല്ലാം മറന്നു പോകത്തില്ല, എന്തിനാ വെറുതെ ഇപ്പൊ വേണ്ട, എക്സാമിന് നോട്ടിഫിക്കേഷൻ കാണട്ടെ അന്നേരം പഠിച്ചു തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞു, നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് പഠിക്കുന്നവരല്ല ക്ലിയർ ചെയ്യുന്നത്. ഈ എക്സാമിന് വേണ്ടി ആരാണോ നേരത്തെ കൂട്ടി ഫോക്കസ് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്യുന്നത് അവരാണ് ഇത് ക്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കുന്നത് മറക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ സ്കൂൾ കോളേജ് പോലെ. ഇവിടെ നമ്മൾ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അതായത് ഗ്യാപ്പ് വരുത്താൻ പാടില്ല. ഇതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ ആഡിക്വേറ്റ് സ്പീഡിലേക്ക് എക്സാം എത്തുമ്പോഴത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും എക്സാം നോക്കിയിട്ടോ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടോ അല്ല പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബാങ്ക് എക്സാമിന്റെ കേസിൽ ഈ ചോദ്യത്തിന്റെ യാതൊരു ആവശ്യമില്ല എപ്പോഴാണ് എക്സാം, എത്ര എക്സാം ഉണ്ടെന്ന്. കാര്യം ഒരു വർഷം തന്നെ ധാരാളം എക്സാംസ് ഉണ്ട്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞെന്ന് തോന്നുന്നു, SBI ക്ലർക്ക്, SBI PO, IBPS ക്ലർക്ക്, IBPS PO, ഗ്രാമീൺ ബാങ്ക് ക്ലർക്ക് PO, RBI അസിസ്റ്റന്റ്, ESI, LICയുടെ പല പോസ്റ്റുകളിലേക്ക് വരും. NICL, UIC, പ്രൈവറ്റിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഫെഡറൽ സൗത്തിന് ഏകദേശം 15 പരീക്ഷകളുണ്ട്, ഇൻഷുറൻസിന്റെ ഒക്കെ ഉൾപ്പെടെ. ഇതിനെല്ലാം ഒരേ സബ്ജക്റ്റ് ഒരേ സിലബസോ, നോ ഡിഫറൻസ്. ആകെ വരുന്ന വ്യത്യാസം ക്ലർക്കും POയും തമ്മിലുള്ള ഡിഫിക്കൽട്ടി ലെവലിൽ മാത്രമാണ്. ക്ലർക്ക് ലെവലാകുമ്പോൾ കുറച്ച് ലൈറ്റർ ആയിരിക്കും, PO ആകുമ്പോൾ ഉയർന്ന പോസ്റ്റിലേക്കുള്ളതായതുകൊണ്ട് പരീക്ഷയുടെ ലെവൽ കൂടും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ ചെയ്യേണ്ട പ്രിപ്പറേഷൻ ഒന്ന് തന്നെയാണ്. എക്സാമിന് കുറവൊന്നുമില്ല. അതുപോലെ തന്നെ റിസൾട്ട് വരുന്ന, പോസ്റ്റിംഗ് ആവുന്ന എല്ലാ കാര്യങ്ങളും ക്വിക്കാണ്. ഒരു അനാവശ്യ ഡിലേയോ കാര്യങ്ങളോ ഒന്നും ആ പാട്ടിലൊന്നുമില്ല. പക്ഷെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. അതിന് സമയം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ നിൽക്കരുത്, നേരത്തെ കൂട്ടി സ്റ്റാർട്ട് ചെയ്തോണം. ഇനി 9th ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതാണ്, എനിക്ക് ക്ലർക്ക് മതി, അപ്പൊ ഞാൻ അത്രയും ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ചില കുട്ടികൾ പറയും എനിക്ക് PO മതി, അപ്പൊ ഞാൻ അതനുസരിച്ച് ചെയ്താൽ മതിയല്ലോ. റീസെന്റ് പോലും ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എനിക്ക് PO മതി, അപ്പൊ ഞാൻ ക്ലർക്കിന്റെ പോർഷൻ ഒന്നും പഠിക്കണ്ടല്ലോ എന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെന്താ, ഞാൻ തന്നെ ക്ലർക്കിനെ പഠിക്കുന്നത്, ഞാൻ POയോട് പഠിച്ചാൽ മതിയല്ലോ. അങ്ങനല്ല, അത് മനസ്സിലാക്കുക. ക്ലർക്കും POയും തമ്മിൽ എന്താണ് ഡിഫറൻസ് എക്സാമിൽ നമ്മൾ ചിന്തിക്കുക. ക്ലർക്കിനും POനും ഒരേ സബ്ജക്റ്റ് ആണ്, ഒരേ ചാപ്റ്റേഴ്സ് ആണ്. പണ്ടൊക്കെ നമുക്ക് ക്ലർക്കിന് ഇത്രയൊക്കെ മതി എന്ന് പറയും. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. POയ്ക്ക് പഠിക്കുന്ന പോലെ തന്നെ മൊത്തം സാധനം നമ്മൾ ക്ലർക്കിനും പഠിക്കണം. എന്നാലല്ലേ ക്ലർക്കിന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്താൽ പോരല്ലോ, മെയിൻസും കൂടെ ക്ലിയർ ചെയ്യണ്ടേ. അപ്പൊ ആ ബേസ് ലെവൽ മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ഇച്ചിരി ഹയർ ലെവലും കൂടി ചേർത്ത് പഠിച്ചാലാണ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും മെയിൻസ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യാനും സാധിക്കാം. അതുപോലെ തന്നെ PO മാത്രം മതി എന്ന് പറയുന്ന ഒരു കുട്ടി ബേസ് പഠിക്കാതെ ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം അങ്ങ് essay എഴുതുകയാണോ ചെയ്തത്? LKG UKG ഒക്കെ ആദ്യം വരുന്ന essay എഴുതുമായിരുന്നോ? നമ്മൾ ആദ്യം ABCD അക്ഷരങ്ങളൊക്കെ പഠിച്ച് പതുക്കെയല്ല ആ ലെവലിലോട്ട് എത്തുന്നത്. അതേപോലെ തന്നെ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ആണോ ആദ്യമേ ചെയ്തത്? അല്ലല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മളൊരു വണ്ടി ഓട്ടിക്കുന്നു, ആദ്യം എടുത്ത് ഹൈവേയിലോട്ട് ഓട്ടിക്കല്ലോ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു അടിത്തറമുണ്ട് അല്ലെ. ഒരു ബേസിൽ നിന്ന് പഠിച്ച് പടിയാണ് നമ്മൾ ഹയർ ലെവലിലേക്ക് എത്തുക. ബേസ് സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ ക്ലർക്കിന്റെ പോർഷൻ അല്ലെങ്കിൽ ആ ബേസ് സ്ട്രോങ് ആക്കിയിട്ടാണ് നമ്മൾ ഹയർ ലെവലിലേക്ക് വരേണ്ടത്. ഓക്കെ, ഇനി 10th ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
ഓൺലൈൻ കോച്ചിങ്ങിലൂടെയൊക്കെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് മോഡ് ഓഫ് ക്ലാസ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത്, വെദർ ഇറ്റ് ഇസ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, ദാറ്റ് പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ യു. നമ്മുടെ അനുസരിച്ചിരിക്കും. അതായത് ചില കുട്ടികൾ പറയും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ പഠിക്കത്തില്ല, ഞാൻ ഉറങ്ങിപ്പോ, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണും, അല്ലെങ്കിൽ ഞാൻ മടിയാണ്. അങ്ങനെയുള്ളവർ ഓഫ്ലൈൻ നോക്കിയോളൂ. ചില കുട്ടികൾ ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും, അവർക്ക് വർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, അതിനൊപ്പം വേണം പഠനം ചെയ്യാൻ. അവർക്ക് എങ്ങനെ റെഗുലർ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അവർ മറ്റൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ, അതിൻ്റെ ഒപ്പം പ്രിപ്പറേഷൻ ചെയ്യണം. അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്പേസിൽ ഇരുന്ന് പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലൊരു മീഡിയമാണ് ഓൺലൈൻ കോച്ചിങ്. അല്ലെങ്കിൽ ചിലവർ അബ്രോഡ് ആയിരിക്കും, അവർ ഹസ്ബൻഡ് കൂടിയോ അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും കാരണവശാൽ അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് പ്രിപ്പറേഷൻ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് റെഗുലർ പറ്റത്തില്ലോ. അങ്ങനെയുള്ള ധാരാളം സിറ്റുവേഷൻസ് ഉള്ളവർക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഓൺലൈൻ കോച്ചിങ്. പക്ഷേ ഓൺലൈൻ കോച്ചിങ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം. കാര്യം ചിലയിടത്ത് അവർ ബേസ് തൊട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യത്തില്ല, പ്രോപ്പർ ഗൈഡൻസ് തരത്തില്ല, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി പലയിടത്തും കാണത്തില്ല, അത് ബുദ്ധിമുട്ടാവും. അതേപോലെ എക്സാം അപ്ഡേറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യത്തില്ല. മറ്റേതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ ഒരു ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്താൽ പറ്റത്തില്ല. കാര്യം ഇതൊരു പഠനമല്ല, അതൊരു മത്സര പരീക്ഷയും. അപ്പം കുട്ടികൾക്ക് പല പല ഡൗട്ട്സ് കാണും. അതുപോലെ തന്നെ എക്സാം സംബന്ധമായിട്ട് അവർ ചിലപ്പോൾ അറിയാതെ പോകും, അല്ലെ? അതുപോലെ തന്നെ പഠിക്കുന്ന രീതിയിൽ നമ്മൾ സ്കൂൾ കോളേജിൽ ചെയ്യുന്ന ഒരു പഠനമല്ല കോമ്പറ്റേറ്റീവ് എക്സാം. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഡിഫറെന്റ് ആണ്. അപ്പൊ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടണം. ഏത് രീതിയിലാണ് നിങ്ങൾ ഈ പഠനം മുൻപോട്ട് എടുക്കേണ്ടത്, എക്സാം സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടണം, എല്ലാ കാര്യങ്ങളും കിട്ടണം. അത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പാക്കേജ് നമ്മൾ ചൂസ് ചെയ്യണം. നമുക്ക് ക്ലാസ്സിൽ ബേസ്ഡ് തൊട്ട് കിട്ടുന്നു, നമുക്കൊരു കോൺടാക്റ്റിന് ഒരാൾ എപ്പോഴും അവൈലബിൾ ആണ്, നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് ഒരു ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു ഉറപ്പായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്താൽ നമുക്ക് പഠനത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 10 FAQs കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ഡീറ്റെയിൽസ് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ബാങ്ക് എക്സാം അപ്ഡേറ്റ്സും കുറേ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഈ എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോളോ ചെയ്താൽ അത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫർദർ ആയിട്ട് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.